ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചില ടോൾ പ്ലാസകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് പാലിക്കര ടോൾ പ്ലാസ. ഇന്നലെ ഞാനിങ്ങോട്ട് വരുന്ന യാത്രാമധ്യേ ഞാൻ വരുന്ന KSRTC ഒരു KL15A1230 വണ്ടി നമ്പർ എറണാകുളം വരെ ആ വണ്ടിക്ക് ഞാൻ പോയിരുന്ന സമയത്ത് ഇന്നലെ പാലിക്കര ടോൾ പ്ലാസയിൽ പോയിട്ട് ഉച്ച സമയത്ത് അവിടെ തിരക്ക് കണ്ടു കഴിഞ്ഞാലോ, ഞങ്ങൾ വന്നിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്തിട്ടും രക്ഷയൊന്നുമില്ല. അപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള വണ്ടികൾ കയറി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ വണ്ടി തന്നെ കയറ്റി പോകുന്നില്ല. എന്താണെന്നുള്ള അറിയത്തില്ല. കാരണം അവിടെ ഒന്നെങ്കിൽ വേണ്ടത്ര സ്റ്റാഫുകളുണ്ടാകത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം കൽപ്പിച്ച് കൂട്ടി നേരം വൈകിച്ചതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനൊരു 10 മിനിറ്റോളം വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ പിടിച്ചൊരു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള ബ്ലോക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 10-15-20 മിനിറ്റോളം, ഒരു 15 മിനിറ്റോളം എന്തായാലും നമുക്ക് ആ വീഡിയോ കിട്ടിയിരുന്നു. പക്ഷേ എന്നാലും ജനങ്ങളൊക്കെ എങ്കിലും ഇത് കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പിടിച്ചതാണ്. ആ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം. മനസ്സിലായില്ലേ? എന്നിട്ട് ബാക്കി സംസാരിക്കാം. കണ്ടില്ലേ? ഇതാണ് ആ വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങനെ ചില പ്ലാസകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണെന്നുള്ള അറിയത്തില്ല. ഗവൺമെൻറ് അറിഞ്ഞിട്ടുള്ള പ്ലാസകൾ തന്നെയാവും. എന്നാലും ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്ക് ലോറികൾ, അതുപോലെ തന്നെ ബസ്സുകൾ, ഇതിലൊക്കെ ഇരിക്കുന്ന യാത്രക്കാർ, ചരക്ക് വണ്ടിക്കാർക്കാണെങ്കിൽ എങ്ങനെയും ചരക്ക് എവിടെയെങ്കിലും സമയത്തിന് എത്തിച്ച് അത് ഇറക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവരിയ്ക്കുന്നത്. അതുപോലെ KSRTC ബസ്സിലായാലും പ്രൈവറ്റ് ബസ്സിലായാലും അതിലുള്ള യാത്രക്കാർ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി ഒക്കെ പോണവരുണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയും വേഗം ഈ ബസ്സിൽ തന്നെ കയറി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ആ വരുന്ന KSRTC ബസ് തന്നെ അത് കുറച്ച് അപ്പുറത്ത് ഹോട്ടൽ എവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ ചോറ് കഴിക്കാനായിട്ട് 10-15 മിനിറ്റ് അങ്ങനെ അവിടെ പോയി. അതിൻ്റെ ഇടയിൽ അപ്പുറം കോട്ടയത്തിനപ്പുറം തൃശ്ശൂരിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്കാണ്. റോഡ് പണിയും പാലം പണിയും അതുപോലെ തന്നെ അല്ലാതെ ബ്ലോക്കും വാഹന ബ്ലോക്കും ഒക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ
അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലിക്കര ടോൾ പ്ലാസിൽ ഈ മുടിഞ്ഞ ബ്ലോക്ക് വരുന്നത്. ഇത് ഇത് ഞാൻ പറഞ്ഞ ഈ കാറിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ജനങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ സുഖമില്ലാതെ എങ്ങനെ വീട്ടിലെത്തിയാൽ മതി എന്നിട്ടുള്ളവരുണ്ടാവും. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ മനുഷ്യന്മാരിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഒരുപാട് ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങളുടെ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം അറിയാം. കാരണം അവരും ഇതുപോലെ എവിടെയും ടോൾ പ്ലാസയിൽ കൊടുക്കുമ്പോൾ ഈ ടോൾ പ്ലാസയിൽ ഇരിക്കുന്നവർ അപ്പം വിചാരിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഞാനിന്നിട്ട് ആ വീഡിയോ 3 മിനിറ്റോളം പിടിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല? ആ വീഡിയോ ആകുമ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരു ടോൾ പ്ലാസ, അവിടെ ഒരു ടോൾ പ്ലാസ, എറണാകുളത്ത് കുമ്പളത്ത് എത്തുമ്പോൾ അവിടെ ഒരു ടോൾ പ്ലാസ. അവിടെ പിന്നെ ഇത്ര തിരക്കില്ലാന്ന് തോന്നുന്നു. അവിടെ ഇത്രയും വേഗം പരിപാടി കഴിച്ചു വിടുന്നുണ്ട്. പക്ഷേ ഇത് ഈ പാലിയേക്കര ടോൾ പ്ലാസ പോലത്തെ ഒരു ടോൾ പ്ലാസ, ഒരു മുടിഞ്ഞ ടോൾ പ്ലാസയാണ്. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുറേ ടോൾ പ്ലാസയും മറ്റേതും മറിച്ചതുമായിട്ട്. അതുപോലെ തിരുവനന്തപുരം പോണ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്ന് അങ്ങനെ കോവളം പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടാക്കട അങ്ങനെ പോകുമ്പോൾ ആ വഴിക്ക് നമ്മുടെ എവിടെ അറിയോ, ആ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നമ്മൾ ഹൈവേ കൂടി കയറുകയാണെന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസ തിരുവനന്തപുരത്ത് ഇപ്പുറത്തോട്ട് ചാടി കഴിഞ്ഞാൽ ടോൾ പ്ലാസ ഒഴിവാക്കാം. നേരെ മറിച്ച് കഴക്കൂട്ടം വഴിക്ക് നേരെ പോവുകയാണ്. ആ ഹൈവേ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടോൾ പ്ലാസ. അവർ ചെറിയ ബസ്സിനും വലിയ വണ്ടിക്കും കാറിനും ജീപ്പിനും ബൈക്കിനും വരെ ടോളാണ്. മുടിഞ്ഞ ടോൾ ഉണ്ടാക്കലാണ്. ഈ ടോൾ ഇത് ഗവൺമെൻറ് കൊണ്ടുപോകണമാണോ ഈ ടോൾ ഇവർ ഈ ഇതിലെന്തെങ്കിലും കുട്ടടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും മുടിഞ്ഞ ടോൾ പ്ലാസ തന്നെയാണ് ഏറ്റവും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇതുവരെ നാറിയ ടോൾ പ്ലാസകളുണ്ട്, വളരെ നാറിയ ടോൾ പ്ലാസ. എന്തിനാണ് ജനങ്ങളെ ഈ അല്ലാതെ തന്നെ നികുതിപ്പണം റോഡിൽ കൂടി ടാക്സ് അടച്ചിട്ടും റോഡിൻ്റെ വണ്ടി ഓടുന്ന ടാക്സ് അത് ഇൻഷുറൻസ് മറ്റേത് മറിച്ചത് അങ്ങനെ കുറേ പൈസ അങ്ങനെ പോകുന്നു. ടോളത്ര മുടിഞ്ഞ ടോള്. ഇവരുടെയൊക്കെ അമ്മേനെ കെട്ടിക്കാനുള്ള ഒരു ടോള് തന്നെയാണ്. ദേഷ്യം വരാതെ എങ്ങനെ ഇരിക്കുക? മനുഷ്യന്മാരൊക്കെ ബസ്സിലും കാറിലും ജീപ്പിലും ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ, ഞാൻ പറയും ചരക്ക് ലോറി തന്നെ അവരെവിടെയെങ്കിലും ലക്ഷ്യസ്ഥാനം ഈ സാധനങ്ങൾ ഇറക്കാനായിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ബ്ലോക്ക്. ഇത് ഒരു ദിവസമല്ല, ഇത് എല്ലാ ദിവസവും രാത്രിയിലും ഇതുപോലെ തന്നെ കേട്ടോ, പകൽ മാത്രമല്ല. ആ ഒരു ടോൾ പ്ലാസയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മുടിഞ്ഞ് വണ്ടിക്കാർ സഹിക്കിട്ട് ഹോൺ അടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ വീഡിയോയിൽ കാണാം. അത് കുറേ വണ്ടി കയറി പോകുന്നു. നമ്മുടെ വണ്ടി മാത്രം, നമ്മുടെ അപ്പുറത്തോട്ട് ബസ് കയറി പോകുന്നു, ഇപ്പുറത്തോട്ട് വണ്ടി കയറി പോകുന്നു. പക്ഷേ നമ്മുടെ വണ്ടി മാത്രം അവിടെ സ്റ്റക്കായി നിൽക്കുന്നു. മുന്നിലത്തെ വണ്ടി നീങ്ങിയാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ വണ്ടി ഒരേപോലെ കടത്തി വിടാൻ പറ്റുന്ന ഒരു ടോൾ പ്ലാസ കാണാം. അതല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ടോൾ പ്ലാസ കയറിയിട്ട് ആക്രമണമൊക്കെ ഉണ്ടാക്കുന്നത് യാത്രക്കാരും മറ്റവരും മറിച്ചവരൊക്കെ. കഴിഞ്ഞ കൊല്ലം അതിന് മുൻപത്തെ കൊല്ലമൊക്കെ ചില സ്ഥലങ്ങളിൽ കാസർഗോഡൊക്കെ ഉണ്ടായത് നമുക്കറിയാമല്ലോ. അതിന് ടോൾ പ്ലാസക്കാർ അങ്ങോട്ട് തല്ലി അല്ലെങ്കിൽ ഇങ്ങോട്ട് യാത്രക്കാർ തല്ലി. ഇത് ഒഴിവാക്കാനായിട്ടാണ് ഈ ടോൾ പ്ലാസയിൽ വേഗം കയറ്റിവിടാൻ പറഞ്ഞത്. ഈ മുടിഞ്ഞൊരു ടോൾ പ്ലാസയ്ക്ക് എന്ന് അറിഞ്ഞു വരുമെന്നും എനിക്കറിയത്തില്ല, മനസ്സിലായില്ലേ? കൂടുതലും പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ബൈ.